ആർക്കും ഒരു 9 to 5 ജോബ് വേണ്ട. സംതിങ് റോങ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതിൻ്റെയൊക്കെ പുറകിലൊരു സയൻസ്, നമുക്ക് ആ ഒരു ജോലിയോട് ഇഷ്ടക്കുറവ് തോന്നി തുടങ്ങിയായിരുന്നു. ട്രൈ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളിൽ നിന്ന് ആ ഒരു ആള് വിളിച്ചിട്ട് ഓനെ എന്നെ കൊണ്ട് പറ്റും. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് ആസ് പെർ ഡാനിയൽ പിങ്ക്? ചിലപ്പോൾ ഒരു ജോലി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നാം. എല്ലാവരുടെയും മോട്ടിവേഷൻ്റെ ഒരു ഡെഫിനേഷനും അതാണ്, നിന്നെ കൊണ്ട് പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയൊരു പുസ്തകമായിരുന്നു ഈ ഡാനിയൽ പിങ്കിൻ്റെ ഡ്രൈവ് എന്ന് പറഞ്ഞ പുസ്തകം. ശ്യാം, യെസ്, പുതിയ എപ്പിസോഡ്, പുതിയ ബുക്ക്. അതെ, എനിക്ക് തോന്നുന്നു ഈ ബുക്ക് ഒരു മോഡേൺ ഒരു എന്താ പറയുക ഒരു ജനറേഷന് ആവശ്യമായിട്ടുള്ള അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ബുക്കാണ്. അതെ അതെ, ഡാനിയൽ പിങ്കിൻ്റെ ഡ്രൈവ്. ഈ ബുക്ക് ബേസിക്കലി ഇതിൻ്റെ ഒരു ബേസിക് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു യങ്സ്റ്റേഴ്സിനെ, നമ്മൾ സംസാരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സും തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു ചിന്താഗതി, ആർക്കും ഒരു 9 to 5 ജോബ് വേണ്ട, എല്ലാവർക്കും വേണ്ടതൊരു ഫ്രീലാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഓൺട്രപ്രണറായിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ജോലിയാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണിത്. അതെ അതെ അതെ. എങ്ങനെയാണ് ശ്യാമിന് ഈ ബുക്ക് ആദ്യമായിട്ട് കിട്ടിയത്? എന്ത് ചേഞ്ചാണ് ലൈഫിൽ ഈ ബുക്ക് കൊണ്ടുവന്നത്? ഇത് ഞാൻ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ആ ഒരു ജോലിയിൽ പീക്കിലെത്തി നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ആ ഒരു ജോലിയോട് ഇഷ്ടക്കുറവ് തോന്നി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കരിയർ അതിൻ്റെ മുകളിലേക്ക് ടോപ്പിലേക്ക് എത്തും. ലിജിനും ആ ഒരു ജേണി നമ്മൾ കടന്നു പോയിട്ടുള്ളതാണല്ലോ. കരിയറിൻ്റെ ഒരു പീക്കിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ അയ്യോ ഇവിടേക്കായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നതെന്ന് നമ്മൾ ഇതാണ് സ്ഥലം നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല. ഞാൻ കരുതിയത് എൻ്റെ പ്രശ്നമാണെന്നായിരുന്നു, അല്ലെങ്കിൽ സംതിങ് റോങ് ആണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞ് വായിച്ച് അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയൊരു പുസ്തകമായിരുന്നു ഈ ഡാനിയൽ പിങ്കിൻ്റെ ഡ്രൈവ് എന്ന് പറഞ്ഞ പുസ്തകം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിപ്പോൾ എൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മനുഷ്യരാശി അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ആ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം അതെങ്ങനെ നമ്മുടെ സ്വഭാവത്തിനെ, നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ചെയ്യുന്ന ജോലിനൊക്കെ എഫക്റ്റ് ചെയ്യണു എന്ന് പറയുന്ന ഒരു ബുക്കായിരുന്നു. അത് വായിച്ചപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് തിരിച്ചറിഞ്ഞു. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ചില ആൾക്കാർ ചില ജോലികൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യും. അതിനൊക്കെ ഒരു ഉത്തരം കിട്ടിയായിരുന്നു എനിക്ക് ഈ പുസ്തകം കണ്ടപ്പോൾ. അതിൻ്റെയൊക്കെ പുറകിലൊരു സയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഇപ്പോൾ ശ്യാം പറഞ്ഞ ഒത്തിരി റെലവൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും നമ്മുടെ ജോലിയിൽ ഒരു ഇത് വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മളെ തന്നെ പഠിക്കും. ഈ ജോലി മടുത്തത് ഇത് എൻ്റെ കുഴപ്പമായിരിക്കും, ഞാൻ എന്നാ മനുഷ്യനാണ്, എനിക്ക് ഈ ജോലി ഇങ്ങനെ മടുക്കുന്നത്, ഞാൻ എങ്ങനെ ഇത് 10 കൊല്ലം ചെയ്യും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതൊന്നും അല്ല. അതിൻ്റെ ഡാനിയൽ പിങ്കിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോലികളെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇൻട്രോയിൽ പറയുന്ന പോലെ തന്നെ പല ടൈപ്പ് ഓഫ് ജോബിനാണ്. ഇപ്പോഴത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ജോലിയുണ്ട്, പഴയ ജോലികളുണ്ട്. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് ആസ് പെർ ഡാനിയൽ പിങ്ക്? 2 തരത്തിലുള്ള ജോലികളുണ്ട്. ഒന്ന് നമ്മളിങ്ങനെ പറയാം അൽഗോരിതമിക് ജോബ് എന്ന് പറയാം. അതായത് നമ്മൾ ഈ സാധാരണ പെട്ടികൾ പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേ കാര്യം തന്നെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന തരം ജോലികൾ. പ്രത്യേകിച്ച് ബ്രെയിൻ വർക്കൊന്നും വേണ്ട, പക്ഷേ ബ്രെയിൻ വർക്ക് വേണ്ട ജോലികളുണ്ടാവാം. പക്ഷേ എങ്കിലും ഒത്തിരി വീഡിയോസ് ഉണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. ഒരു പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റിവിറ്റി വേണ്ട. നമ്മളൊരു സെയിം ജോബ് തന്നെ ചിലപ്പോൾ ഒരു ജോലി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് തോന്നാം. എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. കാരണം ഞാൻ ജോലിയിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിൽ പുതിയതൊന്നുമില്ല. സെയിം ഡേ അല്ലെങ്കിൽ വേറെ ദിവസങ്ങളാണെന്നുള്ളൂ, ചെയ്യുന്ന ജോലി സെയിം തന്നെ. അങ്ങനത്തെ ഒരു തരം ജോലികളുണ്ട്. പിന്നെ പറയുന്ന ഒരു ഹ്യൂറിസ്റ്റിക് ടൈപ്പ് ഓഫ് ജോബ്സ് എന്ന് പറയാം. അത് നമുക്ക് കുറച്ചൊരു ക്രിയേറ്റിവിറ്റി വേണ്ട തരം ജോലികൾ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് പോലെയുള്ള ജോലികൾ, എന്തെങ്കിലും ഒരു കുറച്ച് നമ്മൾ സാധാരണ അതിനേക്കാളും വേറിട്ടിട്ട് എന്തെങ്കിലും കുറച്ചൊരു എമ്പത്തറ്റിക് ആവേണ്ട ജോലികൾ, അല്ലെങ്കിൽ ഇന്നത്തെ പോലെയല്ല നാളത്തെ ദിവസമെന്ന് അങ്ങനെയുള്ള ദിവസത്തിലുള്ള ജോലികളുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള ജോലികളുണ്ട്. അപ്പോൾ ഡാനിയൽ പിങ്ക് പറയുന്നത് പുതിയ കാലഘട്ടത്തിലെ ജോലികളൊരു 70% ഈ രണ്ടാമത് പറഞ്ഞ തരം ജോലികൾ. നമുക്കൊരു റാൻഡം പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നൊരു അങ്ങനത്തെ ഒരു ടൈപ്പ് ജോലികളല്ല. കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവായിട്ട്, കുറച്ചും കൂടി ഒരു കോൺട്രിബ്യൂട്ടിങ് ടൈപ്പിലുള്ള, അല്ലെങ്കിൽ ഒരു ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്ന തരം ജോലികളാണ് ഈ രണ്ടാമത്തെ തരം ജോലികൾ.
ഈ കണ്ടന്റ് ക്രിയേഷൻ പോലെയൊക്കെ തന്നെ അങ്ങനത്തെ തരം ജോലികൾ. ഇപ്പോൾ നമ്മളൊരു കുറച്ചൊരു എമ്പത്തറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ബിസിനസ് ചിലപ്പോൾ അങ്ങനത്തെ ജോലിയാവും. ക്രിയേറ്റിവിറ്റി വേണം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാരായിട്ട് പല രീതികളിൽ ഇൻട്രാക്ഷൻ വേണം. ഒരു പക്ക മാൻ പവർ കൊണ്ട് മാത്രം ഒരു മെക്കാനിക്കൽ, ഒരു ഡാറ്റ എൻട്രി ചിലപ്പോൾ ആദ്യത്തെ ടൈപ്പ് ആയിരിക്കാം. നമ്മളൊരു സെയിം പാറ്റേണിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലി കുറേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സെയിം ആയിട്ട് തോന്നാം. എനിക്ക് നഴ്സിംഗ് ജോബ് അങ്ങനെ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. റിപ്പീറ്റഡ് ആണ്, സെയിം ജോലിയാണ്, സെയിം ആൾക്കാർ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഒന്നാണല്ലോ. അപ്പൊ അങ്ങനത്തെ തരം ജോലികൾ ശ്യാം പറഞ്ഞ പോലെ 2 ടൈപ്പ് ജോലികൾക്ക് ഉണ്ടാവുന്ന മോട്ടിവേഷനും ഡിഫറെൻ്റ് ആയിരിക്കാം. അതെ. ഇപ്പം ചിലവർ മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണവും ചിലപ്പോൾ ഈ ജോലികളുടെ ടൈപ്പ് തന്നെ ആയിരിക്കാം. അതിനെക്കുറിച്ച് ഡാനിയൽ പിങ്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ബുക്കിനകത്ത്. സോ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ഡാനിയൽ പിങ്കിന്റെ ആസ് പെർ ഹിം? മനുഷ്യനെ മോട്ടിവേഷനെ ഡാനിയൽ പിങ്ക് ഒരു 1 പോയിന്റോ 2 പോയിന്റോ 3 പോയിന്റോ അങ്ങനെ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യത്തെ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കൽ മോട്ടിവേഷൻ ആയിരുന്നു. അത് മനുഷ്യൻ ഒരു ആനിമലാണ്, അവന് ഫുഡ് വേണം, ഷെൽട്ടർ വേണം, ഒരു ബേസിക് നീഡുകളായിരുന്നു ഒരു കാലം വരെ അവൻ്റെ മോട്ടിവേഷൻ ആയിരുന്നത്. പിന്നെ രണ്ടാമത് ഒരു ഇൻഡസ്ട്രിയൽ ഏജ് വന്നു, അല്ലെങ്കിൽ ഒരു വ്യവസായ വിപ്ലവം വന്നു, മനുഷ്യൻ പണിയെടുത്ത് തുടങ്ങി. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു സൂത്രമുണ്ട്, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് പോലെ. നമ്മൾ അവൻ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ പണിഷ് ചെയ്യാം, നന്നായി ചെയ്ത് കഴിഞ്ഞാൽ അവന് റിവാർഡ് ചെയ്യാം. അപ്പോൾ അവൻ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് മനുഷ്യൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മോഡേൺ ഏജിൽ, അതായത് മോട്ടിവേഷൻ 3.0 എന്ന് ഡാനിയൽ പിങ്ക് വിളിക്കണതിൽ അതിനൊന്നും ഒരു സ്ഥാനമില്ല. മനുഷ്യനെ പണിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് റിവാർഡ്, കുറച്ച് പൈസ കൂട്ടി കൊടുത്താലൊന്നും ഇന്നത്തെ കാലത്ത് ഈ പുതിയ തരത്തിലുള്ള ലോകത്ത് മനുഷ്യൻ വിജയിക്കില്ല. അവന് മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ട്. നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ക്രിയേറ്റീവ് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്, നമുക്ക് മറ്റ് മനുഷ്യന്മാരായിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതാണ് ലേറ്റസ്റ്റ് ലെവൽ ഓഫ് മോട്ടിവേഷൻ ഇന്നത്തെ ലോകത്ത് വന്ന് നിൽക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ 3 ഫാക്ടേഴ്സും കൂടി ഉണ്ടാവണം എന്നാണ് ഡാനിയൽ പിങ്ക് പറയണത്. പണ്ടത്തെ പോലെ ഇപ്പോൾ ലിജിൻ നന്നായി പണിയെടുത്ത ലിജിൻ നമ്മൾ പിള്ളേരുടെ നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പ്രൊമോഷൻ തരാം. ആൾക്കാർക്ക് പ്രൊമോഷൻ വേണ്ട, ആൾക്കാർക്ക് സാലറി ഹൈക്ക് വേണമെന്നില്ല. കാരണം അതിനേക്കാളും അവന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. വാട്ട് ഡിഫറൻസ് യു ആർ മേക്കിംഗ് ഹിയർ എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്ന ഒരു ബുക്കിന് വാട്ട് ഡിഫറൻസ് ആർ യു മേക്കിംഗ് ടുഡേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഇത് ബേസിസ് അല്ലേ. ആൾക്കാർക്ക് അങ്ങനെ ഒരു ഫീലിംഗും വേണം. കാരണം ഇന്നത്തെ മോട്ടിവേഷൻ, ഇപ്പോൾ നമുക്കൊരു ഇന്റേണൽ മോട്ടിവേഷൻ ഇല്ലാത്ത ആൾക്കാർ പറയണത്, മോട്ടിവേഷൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് അതാണ്. 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പഠിക്കണം, എപ്പോഴും നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഒരു മോഡേൺ ഏജിൻ്റെ ഒരു മോട്ടിവേഷൻ. അതാണ് ഇന്നത്തെ കാലത്തേക്ക് വേണ്ടത്. പഴയ മറ്റേ പ്രൊമോഷൻ കൊടുത്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കലോ ശിക്ഷിക്കലൊന്നും നടക്കില്ല എന്നാണ് പറയുന്നത്. ആൾക്കാർ അതിന് നിൽക്കില്ല. നമുക്ക് കേട്ടിട്ടില്ലേ ഇപ്പം നമ്മൾ ആ മാനേജറായിട്ട് ഇരിക്കുമ്പോഴും നമ്മുടെ ഒരു ബേസിക് റൂള് തന്നെ അതായിരുന്നു. നമ്മൾ അങ്ങനെ ഒരിക്കലും ട്രൈ ചെയ്തിട്ടുമില്ല, കാരണം നടക്കില്ല, നമുക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ പെട്ടിരിക്കുന്ന ജോലി തെറ്റായ ജോലിയായിരിക്കും. അവർക്ക് ഇത് ഈ പറയുന്ന അവരുടെ ഫീൽ ചെയ്യുന്ന പർപ്പസും അവരുടെ ആ ഒരു ഓട്ടോണോമിയും ഒന്നും ഇല്ലാത്ത ഒരു ആയിരിക്കും. അതുകൊണ്ട് ജോലികളിലെ ആൾക്കാർക്ക് പൊതുവെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചെന്ന് പെടാൻ ഇഷ്ടമല്ല. അല്ല, അവർ നിൽക്കണില്ല അങ്ങനത്തെ ജോലികളിൽ. ഫോഴ്സ് ചെയ്ത് ചെന്നപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് അതിനകത്ത് നിൽക്കാനും താല്പര്യം ഇല്ല. ഇപ്പോൾ നമ്മൾ തന്നെ കേൾക്കണ കഥകളിലെല്ലാം എല്ലാവരും ഒരു ജോലി കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് പോയി. ഇപ്പം നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരാളുണ്ട്, അഫ്ലു. പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അക്കൗണ്ടിങ് റിലേറ്റഡ് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ ചെന്ന് ഒരു പരിധി കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി, ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ക്രിയേറ്റീവായിട്ട് ചെയ്യാനില്ല. അവനത് പോരാ, അല്ലെങ്കിൽ അവന് ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാക്കണം എന്നാണ് തോന്നുന്നത്. സംതിങ് ക്രിയേറ്റീവ് ആവണം, എനിക്കൊരു കുറച്ചും കൂടി ഒരു ഫ്രീഡം വേണം. അപ്പോൾ ആ ജോലി അദ്ദേഹം ഇപ്പോൾ ഓപ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും ഏർലി സ്റ്റേജിൽ തന്നെ ആൾക്കാരെ മാറ്റി ചിന്തിച്ചു തുടങ്ങി. അതെ, എനിക്കൊന്ന് വെരി ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസുകൾ അതിനനുസരിച്ച് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മാനേജേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് നമ്മുടെ വർക്ക് പ്ലേസ് തന്നെ റീഡിസൈൻ ചെയ്യേണ്ട സമയമായിരിക്കുന്നു, ജോലിനെ തന്നെ റീഡിസൈൻ ചെയ്യുന്ന സമയമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. വർക്ക് പ്ലേസിനേക്കാളും ഇപ്പോൾ ഓരോ ആൾക്കാരും എന്ത് ജോലി ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്ന ഫൈനാൻഷ്യൽ ആൾക്കാർ, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരാണ് തീരുമാനിക്കുന്നത് എന്ത് തരം ജോലിയാണ് അവർ ചെയ്യണത്. അതിനുള്ള സാഹചര്യങ്ങൾ അവരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങളുണ്ട്. ഒരാൾക്ക് ഇപ്പോൾ ആരും പഴയ പോലെ അങ്ങനെ ഒരു ജോലി കയറി കഴിഞ്ഞാൽ ഒരു 60-65 ഇയർ വരുന്ന ആരും ജോലികളിൽ നിൽക്കുന്നില്ലല്ലോ. സത്യം. എനിക്ക് തോന്നുന്നു ഇതിന് എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു കാതൽ എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റേർണൽ ആയിട്ട് ഉണ്ടാകുന്ന മോട്ടിവേഷനാണ്. നമ്മളെല്ലാവരും
ട്രൈ ചെയ്യുന്നു അതിന് വേണ്ടിയിട്ടാണ്. ഉള്ളിൽ നിന്ന് ആ ഒരു ആള് വിളിച്ചിട്ട് മോനെ നിന്നെ കൊണ്ട് പറ്റും. അതെ അതെ, എല്ലാവരുടെയും മോട്ടിവേഷൻ്റെ ഒരു ഡെഫിനേഷനും അതാണ്, നിന്നെ കൊണ്ട് പറ്റും എന്ന് പറയുന്നത്. പക്ഷെ അതല്ല, ഒരു ഇന്റേണൽ മോട്ടിവേഷന് ഡാനിയൽ പിങ്ക് കൊടുക്കുന്ന ഒരു ഡെഫിനേഷനും അതിനൊരു പാർട്സും ഒക്കെ ഡിഫറെൻറ്റ് സ്റ്റേജസും എല്ലാം ഉണ്ട്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യണ കാര്യങ്ങളിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഏത് ജോലിയാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ തിരിച്ചറിയാൻ അങ്ങനെ ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാർ. ഉറപ്പായിട്ടും. പക്ഷേ ആൾക്കാർ സക്സസ്ഫുൾ ആവണത് ഈ പറയുന്ന 3 കാര്യങ്ങളിൽ സക്സസ്ഫുൾ ആണെങ്കിലാണ്. ഒന്ന്, ഒരു ഓട്ടോണമി. ആരും ആരെയും കൺട്രോൾ ചെയ്ത് ഇന്നത്തെ കാലത്ത് ജോലി ചെയ്യണമെന്നൊന്നും ആർക്കും ഇഷ്ടമല്ല. ഇപ്പോൾ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലി കിട്ടുമെന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ആ കാലഘട്ടത്തിൽ ആൾക്കാർ ചെയ്യുന്ന ജോലികളിൽ അവനൊരു ഓട്ടോണമി ഉണ്ടായിരിക്കണം. എവിടെ ആരുടെ കൂടെ വർക്ക് ചെയ്യണം, എപ്പോൾ വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് അവൻ തീരുമാനിക്കണം. അതിനുള്ള ഫ്രീഡം ഉള്ള ജോലികളാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഓട്ടോണമി. അത്തരം ജോലികളിലാണ് ആൾക്കാർ കൂടുതലും സസ്റ്റൈൻ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നത്. അവർക്കൊരു ആ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടാവണ തരം ജോലികൾ. അപ്പം നമ്മളൊരു ഓഫീസ് ജോലികളിൽ ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാളുടെ അണ്ടറിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ ജോലി ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ആൾക്കാർ തയ്യാറാവില്ല. നമുക്കറിയാം, നമ്മൾ ആ കോവിഡ് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചും നമ്മളൊരു ഇവിടുത്തെ ഒരു ട്രെൻഡും അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ട്രെൻഡ് നമ്മളന്ന് സംസാരിച്ചതല്ലോ, ഗ്ലോബൽ ട്രെൻഡ് തന്നെയാണ് ആണ്. അപ്പോൾ എല്ലാവരും ആ ഒരു കാഷ്വൽ ജോബുകളിലേക്ക് പോകുന്നു, ഫ്രീലാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫ്രീഡം വേണം. എല്ലാവരും ആ ഒരു ലൈഫ് ഒരു ഫ്രജൈലാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അങ്ങനെ ആ ഒരു ഓട്ടോണമി ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ പറയാം ഒരു മാസ്റ്ററി എന്ന് പറഞ്ഞൊരു സംഭവം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ലേണിംഗ് പർപ്പസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കൊരു സാധാരണ വെറുതെ പോയി തിരിച്ചു വരലല്ല, മനുഷ്യന്റെ ഒരു ആന്തരിക ഒരു ഡ്രൈവ് ഉണ്ടല്ലോ. ഐ വോണ്ട് ടു ലേൺ ആൻഡ് ഗ്രോ. വളരുക എന്നുള്ളതൊരു മനുഷ്യന്റെ ഒരു നീഡാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ജോലികളാണ് അവന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണതും, അല്ലെങ്കിൽ ഒത്തിരി കൂടി ഒരു ഫോക്കസ്ഡ് ആയിട്ട് അവന് വർക്ക് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരു പർപ്പസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിപ്പോൾ നമുക്ക് കോൺട്രവേഴ്സി, കാരണം പർപ്പസ് ഇല്ലാത്ത ജോലികളിൽ ആൾക്കാർ നിൽക്കണില്ല. ഇപ്പോൾ ജോലികളിൽ മാത്രമല്ല, അവൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലാണെങ്കിലും അവൻ ചിന്തിക്കേണ്ടത് എങ്ങനെ എൻ്റെ ഒരു ആക്ടിവിറ്റി കൊണ്ട് എങ്ങനെ ഈ ലോകത്തിനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം ഞാനായിട്ടുണ്ടാക്കാം എന്നുള്ള ആ ഒരു കുറച്ചൊരു ഹയർ ലെവലിലേക്കാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പർപ്പസ് ഓവർ പ്രോഫിറ്റ് എന്ന് പറയില്ലേ. ഇപ്പോൾ ഞാനൊരു ചെയ്യുന്ന ജോലി ഇപ്പോൾ ഈവൻ ബിസിനസ് ആണെങ്കിൽ പോലും നമ്മളൊരു പരിധി കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് മാറ്റം വരുത്താൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ നമ്മളെക്കൊണ്ട് എന്താണ് ലോകത്തിന് ഉപയോഗം എന്നുള്ള രീതിയിൽ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഈ 3 ഫാക്ടറുകളാണ് ശരിക്കും ഒരു ഇന്റേണൽ മോട്ടിവേഷൻ്റെ ഒരു നെടുന്തൂണുകൾ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് മോട്ടിവേഷൻ തോന്നാത്ത ഒരു ജോലി ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ട്, അവർ തോന്നുവാണെങ്കിൽ എനിക്കൊന്നും തോന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഓട്ടോണോമി ഉണ്ടോ, നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ജോലി കൊണ്ട് എന്താണ് വേൾഡിൽ നിന്ന് തരുന്നത്. ചിലപ്പോൾ അത് ഈ 3 ഇതിൽ കാര്യങ്ങളില്ലാത്ത കൊണ്ടായിരിക്കാം. അല്ലെ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂൾ മാഷായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ നല്ലൊരു മാഷായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് വെരി ഹൈലി കാലിബറുള്ള ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം കുറേ നാളുകളായിട്ട് ആ ജോലിയിൽ നിൽക്കായിരുന്നു. പെർമനന്റ് ജോബ് പോലത്തെ ഒരു സേഫ് ജോബായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് കുറച്ച് ഇൻസ്പയർഡ് ആയെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് അതേപോലെ ഒരു സമയത്ത് അദ്ദേഹം തീരുമാനിക്കുകയാണ് എനിക്ക് ഇതല്ല വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു സ്ഥലത്ത് ജോലി ചെയ്യായിരുന്നു. ഇപ്പോൾ ഒരു കോളേജിൽ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളുടെ അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന രീതിയിലും, അപ്പം അദ്ദേഹത്തിന് റിസർച്ചും കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ഇന്റേണലി പഠിക്കാൻ പറ്റാവുന്ന രീതിയിലും കുറച്ചും കൂടി ഫ്രീഡം ഉള്ള രീതിയിലുള്ള ഒരു ജോലി എടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇത്തിരിയും കൂടിയും ഒരു ഉഷാറുണ്ട് ജോലിക്ക് പോകാനായിട്ട്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ മാറ്റം ആൾക്കാരിലേക്ക് വരുത്തുകയാണല്ലോ, റാദർ ദാൻ പഴയ ചെയ്ത പോലെയുള്ള ഒരേ സിലബസ്, ഒരേ ക്ലാസ്സിൽ ഒരേ വ്യത്യസ്ത കുട്ടികൾ മാറുണ്ടെങ്കിലും ഒരു സംതിങ് ബോറിംഗ് പോലെ ചേഞ്ച് ആവുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ആൾക്കാർ കണ്ട് മാറി തുടങ്ങുകയാണ്. അപ്പൊ അതൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അപ്പൊ നമ്മുടെ ജേണി അങ്ങനെ തന്നെ ആവില്ല വേണമെങ്കിൽ ലിജിൻ വളരെ നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ജോലി ലിജിൻ എത്ര 5-6 വർഷം ചെയ്തില്ലേ. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണം. ഇപ്പം നമ്മൾ ചെയ്യണത്, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ജേണിയിലാണെങ്കിൽ പോലും നമുക്കൊരു ഓട്ടോണമി ഉണ്ട്. നമുക്ക് തീരുമാനിക്കാം നമ്മൾ എപ്പോൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. മാസ്റ്ററിയാണ്. ഇപ്പോൾ ലിജിൻ ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ ലിജിൻ അക്കൗണ്ടിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ലിജിൻ നമ്മുടെ ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് മൊത്തം ലീഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൽ നമുക്കൊരു എനർജി ഉണ്ട്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പ്ലസ് നമുക്കറിയാം ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ടീമിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് വരുത്തുകയാണെന്ന്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആയിട്ട് ഡാനിയൽ പിങ്ക് പറയുന്നത്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര റെലവൻറ്റുമാണ്. ഇപ്പോൾ ആൾക്കാർ മോട്ടിവേഷൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഗുഡ് ബുക്ക് ടു ലുക്ക് ഇൻ ടു അല്ലേ. നമുക്ക് എല്ലാവർക്കും ഈ ബുക്ക് ഒന്ന് വായിച്ചിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലീനെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കും
മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എവിടെയാണ് പ്രശ്നം വരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം എൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇനിയൊരു ജോലി നോക്കുമ്പം ഈ കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ വേണ്ടത്. അപ്പോൾ ജോലി സെലക്ട് ചെയ്യാൻ ഇച്ചിരി എളുപ്പമുണ്ടായിരിക്കാം. എനിക്കൊന്ന് പണ്ടത്തെ കാലത്ത് ആൾക്കാർ പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് ചിലപ്പം ആൾക്കാർ ജോലി പൈസ സാലറിയാണ് ഒരു വലിയ ബേസ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് പൈസ അല്ല അല്ല നമുക്ക് തന്നെ അത്ഭുതമാണ്. നമ്മൾ ആൾക്കാർ സംസാരിച്ചാൽ അവർക്ക് പൈസേക്കാൾ അവർക്കൊരു ഫ്രീഡം വേണം. എനിക്ക് തോന്നുന്നു കോവിഡ് അതിൽ വലിയൊരു ഭാഗമായിരുന്നു ആ ഒരു തീരുമാനം ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യിക്കണേല്. പിന്നെ അവർക്ക് മനുഷ്യൻ തിരിച്ചറിഞ്ഞു തുടങ്ങി എൻ്റെ ജീവിതം വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്, അത് ഞാൻ എങ്ങനെ തീരുമാനിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണു എന്നുള്ളൊരു ലെവലിലേക്ക്. എനിക്കൊന്ന് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ട് വേണം ഈ ലോകത്ത്. നമ്മൾ എല്ലായിടത്തും പറയുന്ന പോലെ എല്ലാ ബുക്കുകളും എൻഡ് ചെയ്യുന്ന പോലെ ശ്യാം, ഇഫ് ദർ ഈസ് വൺ തിങ് യു ക്യാൻ ഗിവ് ടു ദി ഓഡിയൻസ്, that's the most important thing in the book, what would it be? അതായത് ഒരു ചാപ്റ്ററിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് മനുഷ്യൻ്റെ ഇന്നേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രൈവുകളുണ്ട്. അതായത് അവൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡ്രൈവ് ഉണ്ട്. അവനെ ഡ്രൈവ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓട്ടോണോമി എന്ന് പറയുന്ന സംഭവം. അതായത് അവനെപ്പോഴും സ്വതന്ത്രനായിട്ടിരിക്കാൻ ഇഷ്ടമാണ്, അവൻ്റെ ഇഷ്ടത്തിന് ജോലി ചെയ്യാൻ ഇഷ്ടമാണ്. ഒപ്പം തന്നെ ആ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ, നമ്മൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതിനും കൂടി എനർജി ഉണ്ടാവണം, ഇതിനും കൂടി മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജോലികളിൽ ആക്ടിവിറ്റീസിലും, ജോലി മാത്രമല്ല എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് അവനൊരു താല്പര്യമുണ്ട്. പ്ലസ് മൂന്നാമത്തെ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള പോലെ ഹീ ലവ് ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് അതർ പീപ്പിൾ. അതും എനിക്കൊരു ഫാക്ടറാണ്. നമ്മളാണെങ്കിലും ഇപ്പം നമുക്കൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഈ 3 തിയറിയാണല്ലോ നമ്മൾ ചെയ്യണത്. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ തനിയെ ഇരുന്ന് വർക്ക് ചെയ്യുക ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ അത് മാറി തുടങ്ങി. ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിലും പലരും നമ്മളെ തന്നെ സംസാരിക്കുന്ന ആൾക്കാരാണ്, എനിക്ക് ആൾക്കാരുടെ അടുത്തേക്ക് പോകണം, ആ ഒരു ഫിയർ ഉണ്ട്, അതൊക്കെ മാറ്റിയെടുക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു രസമല്ല. അതാണ് ആ ഒരു ചേഞ്ച്, ആ ഒരു ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ സമയത്ത് സംഭവിച്ച ഏറ്റവും വലിയ കാര്യം തന്നെ ആൾക്കാർ സ്വയം ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞുപോയി. ഇപ്പൊ ആൾക്കാർ കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഫിയർ ഓഫ് കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ആൾക്കാർ അത് പൊളിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ടുള്ള ഫ്യൂച്ചർ അതാണ്. കാരണം മറ്റുള്ള മനുഷ്യൻ തിരിച്ചറിയാനല്ല അവന്റെ ശക്തികൾ. അവൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, ഇതിനും കൂടി നന്നാവണം, ആൾക്കാരെ സഹായിക്കണം. ആ ഒരു അപ്രോച്ച് എനിക്ക് ഭയങ്കര വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ഇത് തന്നെയല്ലേ, ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് കൂടെ സഹായിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ പല രീതിയിൽ ആൻസറുകൾ. അത് അങ്ങനെ ആ ഒരു മനുഷ്യൻ നമ്മളെ ഏതൊക്കെ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ കണക്ട് ആയിട്ട് നിന്ന് സംസാരിക്കുന്നതും. ഇപ്പോൾ നമ്മൾ കമന്റുകളിൽ വരുന്നതാണെങ്കിലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ അതിന് റിപ്ലൈ വരുന്നതൊക്കെ അതൊരു ഫാസിനേറ്റിംഗ് അല്ലേ ലോകത്തിന്റെ ഒരു പോക്ക്. അപ്പോൾ അടിപൊളി. എനിക്ക് തോന്നുന്നു നല്ലൊരു ബുക്കാണ്, എ ഗുഡ് റീഡ് ഫോർ എനിവൺ. ഇപ്പം പ്രത്യേകിച്ച് ഒരു ജോലി നോക്കുന്നവരും ജോലി മാറാൻ ശ്രമിക്കുന്നവരും ഒരു ലൈഫിലൊരു ഡിഫറൻസ് വരുത്താൻ ശ്രമിക്കുന്നവർക്കും പറ്റിയൊരു ബുക്കാണ്. ഡാനിയൽ പിങ്കിൻ്റെ മാസ്റ്റർ ക്ലാസ്സിലൊക്കെ പല കാര്യങ്ങളുണ്ട്. പുള്ളി ഒരു മാസ്റ്റർഫുൾ നെഗോഷിയേറ്ററും അങ്ങനത്തെ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. എനിവേ അടിപൊളി ശ്യാം, താങ്ക് യു. നമുക്ക് അടുത്ത ബുക്ക് കൊണ്ട് അടുത്ത എപ്പിസോഡിൽ നെക്സ്റ്റ് ബുക്കായിട്ട് വരാം. നിങ്ങൾക്ക് ഈ ഇതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ചേഞ്ച് ഉണ്ടായത്, എന്താണ് റീതിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ഭയങ്കര ഫാസിനേറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ജോലികൾ നിങ്ങൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടോ? കാരണം നമ്മൾ അതേപോലെ കടന്നു പോയില്ല. കാരണം നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുമായിരിക്കും, നമുക്ക് സഹായിക്കാൻ പറ്റുമായിരിക്കും. കാരണം നമ്മളൊരു കഴിഞ്ഞൊരു 10-12 വർഷം കൊണ്ട് മൾട്ടിപ്പിൾ തലത്തിലുള്ള ജോലികൾ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇങ്ങനൊരു സംഭവങ്ങളുണ്ട്. ഇപ്പം നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ മാത്രം ബുദ്ധിമുട്ടല്ല. There are people around the world like who is going through similar struggles and issues. So അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.